USS എക്സാം പ്രിപ്പറേഷൻസ് ഒക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾ SSL USS എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് മിസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും മിസ് എന്തിനാ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് എടുത്തത്? കാരണം നമ്മുടെ പുതിയ പാറ്റേണിൽ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. കൂടാതെ തന്നെ ഈ ഒരു മാച്ച് ദ ഫോളോയിങ് നിങ്ങൾ പഠിക്കുമ്പോൾ ചാപ്റ്ററിലുള്ള മറ്റുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസ് കൂടെ നിങ്ങൾ പഠിക്കാം. അപ്പോൾ നല്ലൊരു ഓഫർ തന്നെയാണ് അല്ലേ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സെഷൻ വാച്ച് ചെയ്യുന്നവർ ഇപ്പം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക ആൻഡ് താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ ഈ വീഡിയോ വാച്ച് ചെയ്തതിന് ശേഷം പഠിച്ചോ എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, കമന്റ് കൂടെ ചെയ്യാം. ഓക്കെ, സോ സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് മിസ്സിന് ഒരു കാര്യം കൂടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങളോട് പറയാനുണ്ട്. നമ്മുടെ ഒരുപാട് കുട്ടികൾ നമ്മുടെ USS ബാച്ചിൽ മിഷൻ USS ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. മിഷൻ USS ബാച്ച് ഇതാ വളരെ കുറച്ച് ദിവസം കൂടി അതിന് മുമ്പോട്ട് റൺ ചെയ്യുന്നുള്ളൂ. കാരണം നമ്മൾ ക്ലോസ് ചെയ്യാൻ പോവാണ്. സോ ഇപ്പം നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വെറും 99 രൂപക്ക് നിങ്ങൾക്ക് ഇതാ മിഷൻ USSൽ നിന്നിട്ട് വെറും 99 രൂപ, അത് ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എല്ലാ സബ്ജക്റ്റിൻ്റെയും എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ്, റെക്കോർഡഡ് ക്ലാസ്സസ്, ലൈവ് സെഷനുകൾ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വെറും 99 റുപ്പീസിലാണ് നമ്മുടെ എജ്യൂപോർട്ടിൻ്റെ മിഷൻ USS ബാച്ചിൽ ലഭ്യമാകുന്നത്. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾക്ക് താഴെ ലിങ്ക് ഒന്ന് തന്നിട്ടുണ്ടാവും കമൻറ്റ് ബോക്സിൽ, അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യുക. അല്ലെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി 7593822051. അപ്പോൾ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത മക്കളോട് ചോദിച്ചാൽ അറിയാം നമ്മൾ അടിപൊളിയായിട്ട് USS പ്രിപ്പറേഷൻസ് നടത്തുന്നുണ്ടെന്ന്. ഓക്കെ, സോ നമ്മളിതാ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2 ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാച്ച് ദ ഫോളോയിങ് ആണ്. ഒന്ന് മിഡീവൽ ഇന്ത്യ, മധ്യകാല ഇന്ത്യ, പിന്നെ മിഡീവൽ ഇന്ത്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ അല്ലേ. മധ്യകാല ഇന്ത്യയിലെ മിഡീവൽ ഇന്ത്യ കൾച്ചറൽ മൂവ്മെന്റ്സ് എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, മിഡീവൽ ഇന്ത്യയിലേക്ക് നോക്കാം അല്ലേ. അപ്പോൾ മിഡീവൽ ഇന്ത്യയിൽ നമ്മൾ പഠിച്ചത് 2 ഭരണത്തെ കുറിച്ചിട്ടാണ്. ഏതൊക്കെയായിരുന്നു? മുഗൾ ഭരണവും അതേപോലെ വിജയനഗര ഭരണവും. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ, മാച്ച് ദ ഫോളോയിങ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ ഭരണാധികാരി അല്ലെങ്കിൽ രാജ്യം തന്നിട്ടുണ്ട്, ഇവിടെ അവരുടെ സംഭാവന കൃതികളാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ബാബറിനെ നമുക്ക് ഏതായിട്ട് മാച്ച് ചെയ്യാം? ബാബറാണ് മുഗൾ ഭരണം സ്ഥാപിച്ചത് അല്ലേ. ഏത് വർഷത്തിൽ നിന്ന് കൂടെ ഇവിടെ തന്നെ പഠിച്ചു വെക്കുക, 1526. ഇതാ ഇങ്ങനെ ഓർത്താൽ മതി, 1256 അങ്ങനെ ഓർത്താലും നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ അക്ബറിനെയാണ് അല്ലെ. അക്ബറിനെ നമുക്ക് ഏതുമായിട്ട് മാച്ച് ചെയ്യാം? അക്ബറിനെ പറയുമ്പോൾ തന്നെ നമുക്ക് എന്തോർമ്മ വരണം? അക്ബറിന്റെ ഇബാദത്ത് ഖാന എവിടെയാണ് അത് നിർമ്മിച്ചത്? ഫത്തേപൂർ സിക്രിയിൽ. ഓക്കെ, അപ്പൊ അക്ബറിനെ പറയുമ്പോൾ തന്നെ നിങ്ങളുടെ തലയിലേക്ക് അക്ബറിന്റെ ഇബാദത്ത് ഖാനയും ഫത്തേപൂർ സിക്രിയും, കൂടാതെ തന്നെ അക്ബർ അബോളിഷ് ചെയ്ത ഒരു ടാക്സ് ഉണ്ട് ജിസിയ എന്ന് പറഞ്ഞാൽ, അതുകൂടെ നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി അടുത്തത് ഷാജഹാൻ. ഷാജഹാൻ എന്ത് ചെയ്തിട്ടുണ്ട്? യെസ്, ബിൽഡ് ദ റെഡ് ഫോർട്ട് ഇൻ ഡൽഹിയിൽ. നമ്മുടെ ചെങ്കോട്ട ഉണ്ടല്ലോ, ഡൽഹിയിൽ നിർമ്മിച്ചത് ആരാ? നമ്മുടെ ഷാജഹാൻ ആണ്. ആൻഡ് ലാസ്റ്റ് വൺ കൃഷ്ണദേവരായ ആണ്. കൃഷ്ണദേവരായ എന്താണ്? അമുക്തമാല്യത അല്ലെ. അമുക്തമാല്യത എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാണ് കൃഷ്ണദേവരായ. ഓക്കെ, അപ്പൊ കൃഷ്ണദേവരായ ഏത് ഭരണത്തിൽ വരുന്നതാണ്? വിജയനഗരയിൽ വരുന്നതാണ്. ഓക്കെ, അതുകൂടെ ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. യെസ്, ഇനി അടുത്തതൊരു ക്വസ്റ്റ്യൻ ആണ്, ഇതേ ചാപ്റ്ററിൽ നിന്ന് തന്നെയുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ സുബാ സർക്കാർ പരിഗാണ ഗ്രാമയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മുഗൾ റൂളിലെ അഡ്മിനിസ്ട്രേഷൻ ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഈ സുബനെ നമുക്ക് ഏതുമായിട്ട് മാച്ച് ചെയ്യാം? ഏതിലുള്ളതാണ്? മുഗള മിലിറ്ററി സിസ്റ്റം ആണോ അല്ലെങ്കിൽ വിജയനഗരയാണോ? മുഗൾ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോവിൻസ് ആണോ? ഏതാണ്? മുഗൾ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോവിൻസ്, അതായത് മുഗൾ ഭരണ പ്രവിശ്യയിൽ വരുന്നതാണ് അല്ലെ. ഇനി അടുത്തത് മണ്ഡലം എന്ന് പറയുന്നത്. മണ്ഡലം എന്ന് പറയുന്നത് വിജയനഗരയിലെ, മണ്ഡലം നാട് സ്ഥലം ഗ്രാമ എന്ന് പറയുന്നത് വിജയനഗരയിലെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊവിൻസ് ആണ്. ഇനി മാൻസബ്ദാരി എന്ന് പറയുന്നത് ഏത് സിസ്റ്റമാണ്? മുഗളിലുള്ള മിലിറ്ററി സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാൻസബ്ദാരി സിസ്റ്റം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അമരനായികയോ? അമരനായിക നമുക്ക് അറിയാലോ, ഏതാണ്? വിജയനഗരയിലെ സൈനിക സിസ്റ്റത്തിനെയാണ് അല്ലെങ്കിൽ മിലിറ്ററി സിസ്റ്റത്തിനെയാണ് നമ്മൾ അമരനായിക എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കൺഫ്യൂസിങ് ആക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. കൃത്യമായിട്ട് നമ്മൾ ആലോചിച്ചിട്ട് അഡ്മിനിസ്ട്രേഷൻ എന്താണ്, നമ്മുടെ സൈന്യം എന്താണെന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ സെയിം ചാപ്റ്ററിൽ നിന്ന് തന്നെ. ഏതാണ്? അബുൽ ഫസൽ. അബുൽ ഫസലിന്റെ ഐൻ-ഇ അക്ബരി. അബുൽ ഫസലിനെ നമുക്ക് ഏതുമായിട്ട് മാച്ച് ചെയ്യാം? ഐൻ-ഇ അക്ബരിയുമായിട്ട് മാച്ച് ചെയ്യാം. ഇനി ഹരിഹരയും ബുക്കയാണ് ഏത് കണ്ടുപിടിച്ചത്? ഏത് ഭരണം? യെസ്, ബാബർ നമ്മുടെ മുഗൾ ഭരണവും ഹരിഹരയും ബുക്കനും നമ്മുടെ വിജയനഗര ഭരണവും സ്ഥാപിച്ചു. ഓക്കെ, യെസ്. ഇനി അടുത്തത് അഷ്ടദിഗ്ഗജാസ് എന്ന് പറയുന്നത്. അഷ്ടദിഗ്ഗജാസ് എന്ന് പറയുന്നത് ആരാണ്? സ്കോളാസ് ഇൻ ദ കോർട്ട് ഓഫ് കൃഷ്ണദേവരായ. കൃഷ്ണദേവരായയുടെ സദസ്സിലെ പണ്ഡിതന്മാരെയാണ് നമ്മൾ അഷ്ടദിഗ്ഗജാസ് എന്ന് പറയുന്നത്. ആൻഡ് ദാരാഷുക്കോ എന്താണ്? ഷാജഹാന്റെ മകനാണ് അല്ലെ. ഹു ട്രാൻസ്ലേറ്റഡ് മഹാഭാരതം. മഹാഭാരതം വിവർത്തനം ചെയ്ത ഷാജഹാന്റെ മകനെയാണ് നമ്മൾ
ധാരാശുക്കം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് പഠിച്ചില്ലേ? ഈസി അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് മിഡീവൽ ഇന്ത്യ കൾച്ചറൽ മൂവ്മെന്റ്സ് എന്ന ചാപ്റ്ററിലേക്ക് നോക്കാം. മധ്യകാല ഇന്ത്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ വീണ്ടും രണ്ട് മൂവ്മെന്റ് ആണ് പഠിക്കുന്നത്, ഭക്തി പ്രസ്ഥാനവും സൂഫി പ്രസ്ഥാനവും അല്ലെ. അപ്പൊ ആൽവാസ് നയനാർസ് ഒക്കെ മിസ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാണ്. നമ്മുടെ ലൈവ് സെഷൻസ് കാണാത്തവർ അവിടെ കണ്ടിരിക്കണം, ബിക്കോസ് അവിടെ നമ്മൾ കുറച്ച് കോഡൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, ആൻഡ് ഓൾസോ നമ്മുടെ ഷോർട്സ് വീഡിയോ നോക്കുക, കാരണം ആ ഷോർട്സ് വീഡിയോയിൽ മിസ് എന്ത് ചെയ്തിരുന്നുണ്ട്, കുറച്ച് പാട്ടിലൂടെ ഒക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ച് സെറ്റ് ആക്കി തരുന്നുണ്ട്. സോ ആൽവാഴ്സ് എന്ന് പറയുന്നത്, ആൽവാഴ്സിന്റെ വി ഓർത്തിട്ട് നിങ്ങൾ മാച്ച് ചെയ്യണം ആരുമായിട്ട്, വിഷ്ണു ഭക്തരാണ്. ആൽവാഴ്സ് എന്ന് പറയുന്നത് വിഷ്ണു ഭക്തരാണ്. നയനാർസ് അപ്പൊ ആരാണ്? നമ്മുടെ ലോർഡ് ശിവയുടെ ഭക്തരാണ്. നയനാർസ് എന്ന് പറയുന്നത് ശിവഭക്തരാണ്. ഇനി അടുത്തത് എന്താ? ബസവണ്ണ. ബസവണ്ണയെ കുറിച്ച് പറയുമ്പോൾ തന്നെ മിസ് പറയുന്ന കാര്യമാണ്. ബസവണ്ണയെ കുറിച്ചിട്ട് പറയുമ്പോൾ ബസവണ്ണന്റെ വീരശൈവ മൂവ്മെന്റ് ഏതൊക്കെയാണ്? വീരശൈവ മൂവ്മെന്റും അതോടൊപ്പം തന്നെ അനുഭവ മണ്ഡപവും. ഇപ്പൊ പഠിക്കുക കേട്ടോ, ബസവണ്ണ, വീരശൈവ മൂവ്മെന്റ്, അനുഭവ മണ്ഡപം. ഇവിടെ അനുഭവ മണ്ഡപമേ തന്നിട്ടുള്ളൂ, പക്ഷെ വീരശൈവ മൂവ്മെന്റൂടെ മക്കൾ എന്ത് ചെയ്യുക, ഇതിന്റെ കൂടെ പഠിക്കുക. നെക്സ്റ്റ് കബീർ. ഹേ കബീര, കബീറിന്റെ ദോഹ നമ്മൾ പാടിയിരുന്നു അല്ലെ? യെസ്, കബീർ, കബീറിന്റെ ദോഹ. ഇനി ഗുരു നാനക് എന്ത് ചെയ്തിട്ടുണ്ട്? ഗുരു നാനക് ആണ് സിഖ് മതം രൂപീകരിച്ചതും അതോടൊപ്പം തന്നെ ലങ്കാർ കമ്മ്യൂണിറ്റി കിച്ചൺ എന്നുള്ളത് കൊണ്ടുവന്നതും ഗുരു നാനക് ആണ്. അപ്പൊ ഗുരു നാനക്കിനെ കുറിച്ചും ആ രണ്ട് കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ മെച്ചൊരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. മാലിക് മുഹമ്മദ് ജയ്സി. ഓരോ ലിറ്റററി വർക്ക്സും അവരുടെ പ്രാദേശിക ഭാഷ ഏതാണെന്നൊക്കെ മിസ് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാണ്. അപ്പൊ ഇതിന്റെ വീഡിയോസ് മിസ് ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, കോഡ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ. അപ്പൊ മാലിക് മുഹമ്മദ് ജയ്സി ഏതാണ്? പത്മാവത്. ഓക്കെ, മാലിക് മുഹമ്മദ് ജയ്സി പത്മാവത് ആണ്. പൂന്താനം ജ്ഞാനപ്പനയാണ്. ജയദേവ ഏതാണ്? ജയദേവ ഗീതാ ഗോവിന്ദവും എഴുത്തച്ഛൻ ആധ്യാത്മ രാമായണം കിളിപ്പാട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ്. ഇനി അടുത്തത് നമ്മുടെ സൂഫിസത്തിനെ കുറിച്ചിട്ട് പറയുന്നതാണ് അല്ലെ. സൂഫി മൂവ്മെന്റിൽ പിർ ഷെയ്ഖ് എന്ന് പറയുന്നത് ആരെയാണ്? സൂഫി മൂവ്മെന്റിൽ പിർ ഷെയ്ഖ് എന്ന് പറയുന്നത് സൂഫി മാസ്റ്ററെയാണ്. മുരീദ് എന്ന് പറഞ്ഞാൽ സൂഫി ഫോളോവേഴ്സ്, അനുയായികളെയാണ് പറയുന്നത്. ഖൻഖ എന്ന് പറയുന്നത് അവരുടെ താമസ സ്ഥലമാണ്, അതാണ് റെസിഡൻസ് ഓഫ് സൂഫീസ്. ഇനി ചാന്റിങ് സ്റ്റൈൽ, അവര് ആലാപന രീതിയാണ് നമ്മൾ എന്ത് പറയുന്നത്? സമ എന്ന് പറയുന്നത്. അവര് പാട്ടുകൾ നമ്മൾ എന്ത് പറയുന്നു? ഖവാലി എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. യെസ്, ഓരോ ലീഡേഴ്സിന്റെ അവരുടെ റീജിയൻ എവിടെയാണെന്നുള്ളത് അല്ലെ. അപ്പൊ നമ്മുടെ ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ, ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ എവിടെയാ? ഡൽഹിയാണ് റീജിയൻ. ഖ്വാജ മൊയിനുദ്ദീൻ ചിഷ്ടിയുടേതോ? അജ്മേർ ആണ്. ഇനി അടുത്തതാരാ? ഷെയ്ഖ് ഷിഹാബുദ്ദീൻ സുഹർവദി, അതെവിടെയാണ്? സിൽഹറ്റ് ആണ്. അപ്പൊ ഇതിന്റെ ഓരോ റീജിയൻസും നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, സോ ഇത്രയുമാണ് ഈ രണ്ട് ചാപ്റ്റേഴ്സിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഒന്നും മിസ് ഔട്ട് ചെയ്യരുത്. ഈ ഒരു വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾ ഒത്തിരി ക്വസ്റ്റ്യൻസ് പഠിച്ചു എന്ന് തന്നെയാണ് അർത്ഥം. ഓക്കെ, സോ ഇതേപോലെ വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ മോർ എന്നും കമന്റ് ചെയ്യുക. ഇത് ഇത്രയും പഠിച്ചു എന്ന് ഉറപ്പുള്ളവര് പഠിച്ചു മിസ്സേ എന്ന് കൂടെ കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ മറക്കണ്ട, നമ്മുടെ മിഷൻ USS ബാച്ചിനെ കുറിച്ചിട്ട് നമ്മുടെ ബാച്ച് ഇപ്പൊ തന്നെ അടുത്തായിട്ട് ഓഫർ എൻഡ് ചെയ്യും. അതുകൊണ്ട് 99 രൂപ, ചെറിയൊരു പൈസയല്ലേ, ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക? ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ള ലിങ്കും താഴെ കമന്റ് ബോക്സിൽ പ്രൊവൈഡഡ് ആയിരിക്കും കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾക്കുള്ളൊരു ഹാപ്പി ന്യൂസ് കൂടെയാണ് മിസ് പറയാൻ പോകുന്നത്. അതായത് മക്കളെ, നിങ്ങൾക്ക് ഇപ്പൊ പഠിച്ചു തുടങ്ങിയപ്പോൾ ഒന്ന് എക്സാം എഴുതി ഒരു ട്രയലൊക്കെ കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ? കുറേ കുട്ടികൾ എജുബോർഡിനോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു മോഡൽ എക്സാം നടത്താൻ വേണ്ടിയിട്ട്. അപ്പൊ കേരളത്തിലുള്ള എല്ലാ മക്കളെയും ആഗ്രഹം മാനിച്ചുകൊണ്ട് എജുബോർഡ് നിങ്ങൾക്ക് 22 ഫെബ്രുവരി, ഇനി ദിവസമില്ല നമ്മുടെ മുമ്പിൽ, 22 ഫെബ്രുവരി കൃത്യം 7 മണിക്ക് നിങ്ങളുടെ USS മെഗാ മോഡൽ എക്സാം ഇവിടെ നടത്താൻ പോവുകയാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഇതിൽ ജോയിൻ ചെയ്യാം. എല്ലാവർക്കും ഫ്രീ ആയിട്ട് തന്നെ നമ്മളെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്താൽ വെറുതെ നിങ്ങൾക്ക് ഇതെങ്ങനെയാന്നുള്ള സാമ്പിൾ കാണിക്കുക മാത്രമല്ല ഞങ്ങൾ ഉദ്ദേശം, നിങ്ങളിൽ നിന്ന് തന്നെ ബെസ്റ്റ് സ്റ്റുഡന്റിനെ തെരഞ്ഞെടുത്തിട്ട് നമ്മൾ 10,000 റുപ്പീസ് പ്ലസ് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, കഴിഞ്ഞില്ല. ഇനി അടുത്തത് ഡിസ്ട്രിക്ട് ടോപ്പേഴ്സിന്, ഓരോ ഡിസ്ട്രിക്റ്റിലെയും ടോപ്പേഴ്സിനും വീണ്ടും 3,000 റുപ്പീസ് പ്ലസ് നിങ്ങൾക്ക് ഇതിന്റെ ഒരു സർട്ടിഫിക്കറ്റും കിട്ടും. ആൻഡ് നമ്മളെ ടോപ്പ് 10 സ്റ്റുഡൻസിന് ISRO ട്രിപ്പാണ് നമ്മുടെ എജുബോർഡ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ എന്തൊരു കിടിലൻ ഓഫർ ആണല്ലേ. നിങ്ങൾക്ക് USS എക്സാം സെറ്റ് ആക്കാം, അതിന്റെ ഒരു മോഡലും മനസ്സിലാക്കും, ടൈം ഡ്യൂറേഷൻ, എങ്ങനെ ടൈം മാനേജ് ചെയ്യണം, എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒപ്പം തന്നെ ഈ ഒരു ടോപ്പ് ലിസ്റ്റിൽ വിട്ടാൽ ഇത്രയും ഓഫേഴ്സ് കൂടിയാണ് എജുബോർഡ്
നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മുടെ ഓൺലൈൻ ആയിട്ടാണ് നമ്മുടെ USS മെഗാ മോഡൽ എക്സാംസ് നടത്തുന്നത്. എല്ലാവർക്കും ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ മക്കൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ രജിസ്റ്റർ ചെയ്യുക. രജിസ്ട്രേഷൻ്റെ ലിങ്കും താഴെ കമന്റ് ബോക്സിൽ പ്രൊവൈഡഡ് ആണ്. അപ്പോൾ മറക്കേണ്ട ഡേറ്റ് 22 ഫെബ്രുവരി കൃത്യം 7 മണിക്കാണ് നമ്മുടെ USS മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ എല്ലാവരും റെഡി ആണെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ റെഡി എന്ന് കൂടെ കമന്റ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.